ഫുറൂജഹും, ജനനേന്ദ്രിയങ്ങളെ സംരക്ഷിക്കണമെന്നും പറയണം. ദാലിക അസ്കാ ലഹും, അതവരുടെ പരിശുദ്ധിക്ക് അനിവാര്യമാണ്. കണ്ണ് നിയന്ത്രിക്കൽ അവരുടെ പരിശുദ്ധിക്ക് അനിവാര്യമാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിശ്ചയം അല്ലാഹു അവർ ചെയ്യുന്നതെല്ലാം വളരെ വ്യക്തമായി അറിയുന്നവനാകുന്നു. ഖുർആൻ. ഇവിടെ ആദ്യത്തെ കവാടം നോട്ടം. ഈ നോട്ടം ചെറിയ പ്രശ്നമൊന്നുമല്ല ഉണ്ടാക്കുന്നതേ. ഈ നോട്ടം അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ നോട്ടം കൊണ്ടാണ് ഇവിടെ ബലാത്സംഗമുണ്ടായത്. നോട്ടം കൊണ്ടാണ് ഇവിടെ വ്യഭിചാരമുണ്ടായത്. നോട്ടം കൊണ്ടാണ് മുസ്ലിമീങ്ങളിൽ ഒരുപാട് ആളുകൾ കഠോരമായ ശിക്ഷയേറ്റത്. ഈ ലോകത്തവർക്കുള്ള ശിക്ഷ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ എറിഞ്ഞു കൊല്ലപ്പെടും. അതല്ലാത്ത ശിക്ഷ തന്നെ അള്ളാഹുവിൽ നിന്ന് നേരിട്ടിറങ്ങി വരും. നമുക്ക് ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്ക് കടന്നു ചെല്ലാം. പറഞ്ഞു വരുന്നത് അള്ളാഹു ദൃഷ്ടികൾ നിയന്ത്രിക്കാൻ പറഞ്ഞത് ഈ കണ്ണ് എന്ന് പറയുന്നത് വലിയ ദുരന്തത്തിൽ മനുഷ്യനെത്തിക്കും. കവി പറഞ്ഞല്ലോ, എൻ കണ്ണിനെ കുറിച്ചെന്നുടെ മാനസം എന്നും പരാതി പറഞ്ഞിടുന്നു. കണ്ണിനെ കുറിച്ചാണ് എന്റെ മനസ്സെപ്പോഴും പരാതി പറയുന്നത്. ഒരു നന്നാകാൻ തീരുമാനിച്ച ഒരു സൂഫിയുടെ ചരിത്രത്തില് സൂഫി പരിതപിക്കാണ്. എന്റെ കണ്ണിനെ കുറിച്ചാണ് ഇപ്പൊ മനസ്സിന് പരാതി പറയാനുള്ളത്, വേറൊരു കുഴപ്പമില്ല. എൻ കണ്ണിനെ കുറിച്ചെന്നുടെ മാനസം എന്നും പരാതി പറഞ്ഞിടുന്നു. എന്തേ പരാതി? കണ്ണു കണ്ടിടുന്ന കാഴ്ചയ്ക്കു പിന്നാലെ കൊതി പൂണ്ടിട്ടതുമങ്ങു പായുമത്രേ. കണ്ണ് കണ്ടാല്, കണ്ണൊരു ഭാഗത്തേക്ക് എത്തിയാല് ആ കണ്ണ് കണ്ട ഭാഗത്തേക്ക് മനസ്സങ്ങോട്ട് പോകും. മനസ്സ് പോയാൽ പിന്നെ മനസ്സ് പറയും ശരീരത്തെ അങ്ങോട്ട് കൊണ്ടുപോകൂ എന്ന് മനസ്സ് പറയും. അതുകൊണ്ട് ഞാൻ കണ്ണിനെ കൊണ്ട് തോറ്റു, കണ്ണിനെ കൊണ്ട് ഞാൻ പരാജയപ്പെട്ടു. നല്ലൊരുക്കിന്റെ കത്തിയുണ്ടാക്കി ഞാൻ കണ്ണങ്ങ് ചൂഴ്ന്നു കളഞ്ഞെങ്കിലോ, എങ്കിലേ മാനസം ശുദ്ധമായി തീർന്നിടൂ, എങ്കിലേ ഹൃദയം രക്ഷ നേടൂ. ഇനിയിപ്പോ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമുള്ളൂ, നല്ലൊരു കത്തി ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് കണ്ണും അങ്ങ് ചൂഴ്ന്ന് കളയാ. അതല്ലാതെ മാർഗമല്ല. അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കാഴ്ചപ്പാടാണത്. പക്ഷേ കണ്ണ് ചൂഴ്ന്ന് കളഞ്ഞത് കൊണ്ടോ കണ്ണ് കുത്തി പൊട്ടിച്ചത് കൊണ്ടോ അവന്റെ മനസ്സ് ശുദ്ധമാകൂല. കാരണം എന്താ? അവൻ നേരത്തെ കണ്ട കാഴ്ചകൾ അവന്റെ മനസ്സിന്റെ സ്ക്രീനിലുണ്ടാകും. അവൻ അത് വെച്ചിട്ട് മനനം ചെയ്യും, തെറ്റിലേക്ക് പോകും. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് കണ്ണ് പൊട്ടിക്കാനല്ല, കണ്ണിനെ നിയന്ത്രിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ലൈംഗിക ആനന്ദം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അവയവത്തിന് മാത്രമുണ്ടാകുന്ന ആനന്ദമല്ല. അല്ലല്ലോ. ലൈംഗിക ആനന്ദം എന്ന് പറയുന്നത് ശരീരത്തിലെ ഏതൊരു കേന്ദ്രത്തിലാണ് അനുഭവപ്പെടുന്നത്? ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെ. ഏത് കേന്ദ്രത്തിലാ? നിശ്ചിത നിർണിത അവയവങ്ങളിലാണോ? അല്ല. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും അതിൽ സ്വാധീനമുണ്ട്, പങ്കുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ വ്യഭിചരിച്ചിട്ടില്ല എന്ന അവകാശവാദം നിങ്ങൾക്ക് വേണ്ട. അക്കാര്യത്തിൽ പരിശുദ്ധരാണ് ഞങ്ങൾ എന്ന അവകാശവാദം, ജൽപ്പനം നിങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ടെന്നറിയോ? ഓരോ അവയവങ്ങളും വ്യഭിചരിക്കുന്നുണ്ട്. ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. കുതിബ അല ബിനി ആദമ നസീബുഹു മിനസ്സിനാ മുദ്രികുൻ ദാലിക ലാ മഹാലത. ബുഖാരി, മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നു നമ്മയൊക്കെ, മുസ്ലിമീങ്ങളെ, ഞങ്ങൾ വ്യഭിചരിച്ചിട്ടില്ല, ലൈംഗിക വിഷയത്തിൽ ഞങ്ങൾ പരിശുദ്ധരാണെന്ന അവകാശവാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക. കുതിബ അല ബിനി ആദമ നസീബുഹു മിനസ്സിനാ മുദ്രികുൻ ദാലിക ലാ മഹാലത. ആദം സന്തതികൾക്ക്, മനുഷ്യർക്ക് വ്യഭിചാരത്തിന്റെ പങ്ക് എത്രയാണുള്ളതെന്ന് അള്ളാഹുവിനറിയാം. ആ പങ്ക് ഓരോരുത്തരിലും ഉണ്ട്. അത് കൃത്യമായി അള്ളാഹുവിനറിയാം.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, അൽ-ഐനാൻ, രണ്ട് കണ്ണുകളുണ്ടല്ലോ, കണ്ണുകൾ, സിനാഹുമൻ നളറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരം ഏതാണെന്നറിയോ? നോക്കി രസിക്കലാണ്, കണ്ടാസ്വദിക്കലാണ്. അത് കണ്ണിന്റെ വ്യഭിചാരമാണ്, കണ്ണിന്റെ വ്യഭിചാരമാണ്. അൽ-ഐനാനി, രണ്ട് കണ്ണുകൾ, സിനാഹുമാ, രണ്ട് കണ്ണിന്റെ വ്യഭിചാരം, അൻ-നളറു, നീ നോക്കി ആസ്വദിക്കലാണ്. നീ നോക്കി ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ നീ വ്യഭിചരിച്ചവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഉദ്നാനി, രണ്ട് ചെവികൾ, സിനാഹുമൽ ഇസ്തിമാഅ്, രണ്ട് ചെവികളുടെ വ്യഭിചാരം, അൽ ഇസ്തിമാഉ, സ്ത്രീ ശബ്ദം കേട്ടാസ്വദിക്കലാണ്. അല്ലെ, മൊബൈൽ ഫോണിൽ വന്നിട്ട് മണിക്കൂറുകളോളം അങ്ങോട്ട് സംസാരിക്കാൻ. 2 ആഴ്ച മുമ്പ് ഞാനൊരു ബസ് കയറി രാത്രി യാത്ര ചെയ്യുമ്പോൾ എന്റെ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിരുന്നിട്ട്, ഇപ്പൊ ഞാനിങ്ങനെ ഉറക്ക് വരുന്നില്ലെങ്കിലും ഉറക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ച് അങ്ങനെ കടന്നു. രാത്രി 10 മണി കഴിഞ്ഞ്, ഇവിടുത്തെ ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ട് പോവുകയാണ്, രാത്രിയാണ്. ഇവിടെ ഉറക്കം വരുന്നില്ല, കണ്ണടച്ചങ്ങോട്ട് കിടന്നു. അപ്പൊ ഈ പയ്യൻ പതുക്കെ അങ്ങോട്ട് മൊബൈൽ എടുത്തിട്ട്, പതുക്കൊന്നുമല്ല അവന്റെ സംസാരം, എന്തോടോ വിശേഷം. അപ്പൊ എടോ എടോ എന്നാണ് വിളിക്കുക. അതിനൊക്കെ ഓരോ ഐഡിയ ഉണ്ട്, അറിയാത്തവര് പഠിച്ചോളൂ. പെണ്ണാണെങ്കിൽ എടോ എന്നാ വിളിക്കേണ്ടത്. എന്നാ കുറച്ചൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തോടോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പിന്നെ കൂട്ടുകാരി ആയിരിക്കും, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷെ ചെവിയുടെ അടുത്തുനിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടുപോകുമല്ലോ, വേണ്ടാന്ന് വെച്ചാലും. പിന്നെ എന്തെങ്കിലും കാർക്കിട്ട് അടക്കേണ്ടി വരും ചെവി. എന്തോടോ എന്നും പറഞ്ഞിട്ട് പിന്നുള്ളത് സുബ്ഹാനല്ലാഹ്, ഒരിക്കലും കേൾക്കാൻ പറയാത്ത പവിത്രമായ ഈ സ്ഥലത്ത് വെച്ച് ഈ സമയം പറയാൻ പറ്റാത്ത ഭാഷകളിലേക്ക് അങ്ങോട്ട് കടന്നു. വ്യഭിചാരത്തിന്റെ കഥ പാച്ചക്ക് അങ്ങോട്ട് സംസാരിക്കൽ. ഇങ്ങനെ മൊബൈൽ ഫോണിൽ ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ട്. ആള് കൂടിയ സ്ഥലത്ത് നിന്ന് പതുക്കെ അങ്ങോട്ട് ന്യൂട്രടിക്കണത് കണ്ടാൽ മനസ്സിലാക്കാം, ഇത് ചെവി കൊണ്ട് വ്യഭിചരിക്കാൻ പോവാണ്. ബാപ്പാരും ഉമ്മാരും ഒക്കെ നല്ല ശ്രദ്ധിച്ചോളൂ. പഠിക്കണ മക്കളാണെങ്കിലും അവിവാഹിതരായ ചെറുപ്പക്കാര് ഈ മൊബൈൽ ഫോണും കൊണ്ട് കൂടുതൽ സമയം ഇങ്ങനെ സംസാരിക്കാം. ആരോടാടോ നിനക്ക് ഇത്ര വിളിക്കാം അങ്ങോട്ട് ചോദിക്കണത്. അതിപ്പോ അവരെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈകടത്തിയാൽ അത് ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ ഇപ്പൊ ബുദ്ധിമുട്ട് സഹിച്ചിട്ടില്ലെങ്കിൽ പിറകെ വരുന്ന ബുദ്ധിമുട്ട് അത്രയും താങ്ങാൻ പറ്റൂല. ആ വസ്തുത നമ്മൾ അറിയണം. വൽ ഉദ്നാൻ, രണ്ട് ചെവികൾ, നിങ്ങൾ കേട്ടോ, രണ്ട് ചെവികൾ, സിനാഹുമൽ ഇസ്തിമാഅ്, തനിക്കവകാശപ്പെട്ടതല്ലാത്ത സ്ത്രീയുടെ ശബ്ദം കേട്ടാസ്വദിക്കൽ ചെവിയുടെ വ്യഭിചാരമാണ്. വല്ലിസാനു, നാവ്, സിനാഹുൽ കലാം, നാവിന്റെ വ്യഭിചാരം, അതുകൊണ്ടുള്ള സംസാരമാണ്. വല്യദു, കയ്യ്, സിനാഹൽ ബത്ഷു, കയ്യിന്റെ വ്യഭിചാരം തടവലാണ്, തലോടലാണ്, പിടിക്കലാണ്. വരിജ്ലു, കാല്, സിനാഹൽ ഖുത്താ, അത്തരത്തിലുള്ള വിലക്കപ്പെട്ട മാർഗങ്ങളിലേക്കുള്ള സഞ്ചാരം കാലിന്റെ വ്യഭിചാരമാണ്. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, വസിന ശഫതൈൻ, രണ്ട് ചുണ്ടിന്റെ വ്യഭിചാരം, അത്തഖ്ബീലു, ചുംബനമാണ്. തന്റെ ഭാര്യയല്ലാത്തവരെ ചുംബിക്കൽ ചുണ്ടിന്റെ വ്യഭിചാരമാണ്. വൽ ഖൽബു യതമന്നാ, ഹൃദയം കൊണ്ട് ആശിക്കുന്നു. വയുസദ്ദിഖു ദാലികൽ ഫർജു ഔ യുകദ്ദിബുഹു, ലൈംഗിക അവയവമായ ഗുഹ്യഭാഗം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം നടക്കുന്നത്, അത് അതിന്റെ ലാസ്റ്റ് പോയിന്റാണ്. വൽ ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബുഹു, നബി തങ്ങൾ വിശദീകരിക്കുന്നു, അതിന്റെ പരിസമാപ്തി ഒന്നുകിൽ ഗുഹ്യഭാഗം കൊണ്ട് നടത്തുന്നു അല്ലെങ്കിൽ നടത്താതിരിക്കുന്നു. അതിന്റെ മുമ്പുള്ള വ്യഭിചാരത്തിന്റെ കൂമ്പാരം ഒരു മനുഷ്യൻ അതിനു മുമ്പ് തന്നെ ചെയ്തു പോകുന്നു. ഗൗരവമുള്ള വിഷയല്ലേ? ഗൗരവമുള്ള വിഷയല്ലേ ഇത്? അതുകൊണ്ട് തന്നെ ദൃഷ്ടിയെ നിയന്ത്രിക്കണം, അല്ലെങ്കിലുള്ള നാശം വളരെ കടുത്തതാണ്. അല്ലാഹ് പറഞ്ഞു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. സൂറത്ത് ഇസ്രാ. നിന്റെ കണ്ണ് നിയന്ത്രിച്ചോ മുഅ്മിനേ, എങ്കിലേ നിനക്ക് ആഖിറത്തിൽ രക്ഷയുള്ളൂ. ഇത് പറഞ്ഞ തമ്പുരാൻ പറയുന്നു, ഇന്ന സമഅ വൽ ബസറ, നിന്റെ കണ്ണും കാതും, തീർന്നില്ല, വൽ ഫുആദ, നിന്റെ ഹൃദയവും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അതേക്കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യം ഉണ്ടാവും കേട്ടോ വിചാരണ ദിവസം. ആ ചോദ്യം കഴിയാതെ നിന്നെ അല്ലാഹു വിടുകയില്ല.
ഒരുപക്ഷേ ജനങ്ങൾക്കിടയിൽ നിനക്ക് മാന്യനാകാം. നിന്റെ കണ്ണിന്റെ സൈഡ് കൊണ്ട് വാൽക്കണ്ണുകൊണ്ട് നോക്കാ. സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോ അച്ചക്ക് അങ്ങോട്ട് നോക്കിയാല് നാട്ടുകാർ കാണുമല്ലോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, കണ്ണട വെച്ചിട്ട് നോക്കാ, അല്ലെങ്കിലോ വാൽക്കണ്ണു കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാ. അത് ആരും അറിയില്ലല്ലോ. അള്ളാഹ് പറഞ്ഞു, നിന്നെ പിടിക്കും. നിന്റെ വാൽക്കണ്ണുകൊണ്ടുള്ള നോട്ടം അള്ളാഹു അറിയുന്നുണ്ട് കേട്ടോ. അള്ളാഹു അത് രേഖയാക്കുന്നുണ്ട് കേട്ടോ. വമാ തുഖ്ഫിസ് സുദൂർ, നിന്റെ ഹൃദയത്തിൽ നീ മറച്ചു വെച്ചതും അള്ളാഹു രേഖയാക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി തങ്ങൾ ഒരു പ്രത്യേക ഉപദേശം നടത്തി. യാ അലി ലാ തത്തബിഇൻ നദറത അന്നദറത. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അലിയാരെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി ലാ തത്തബിഇൻ നദറത അന്നദറത. ഒരു നോട്ടത്തിന്റെ പിറകെ വീണ്ടും വീണ്ടും അലിയെ നീ സ്ത്രീകളെ നോക്കരുത്, അന്യ പെണ്ണുങ്ങളെ നോക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നലക്കൽ ഊലാ, അലി നിനക്ക് ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണ്. വലൈസലക്കൽ ആഖറത, പിന്നെയുള്ള നോട്ടം നിനക്ക് അനുവദനീയമല്ല. അലി ഒന്നാമത്തെ നോട്ടം നിനക്ക് അനുവദനീയാണ് എന്ന് വെച്ചാല് ഇമ വെട്ടാതെ കണ്ണെടുക്കാതെ എത്രയും നേരം ഒരു വട്ടം നോക്കാലോ, അങ്ങനെ അങ്ങോട്ട് നോക്കുക. അങ്ങനെയാണോ? അർത്ഥം കേൾക്കുമ്പോൾ പലർക്കും സുഖമുള്ള അർത്ഥമാണ്, വേഗം അങ്ങോട്ട് അർത്ഥം വെക്കുക. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതിൽ ആ തത്തബിഇൻ നദറത അന്നദറത, നോക്കിപ്പോയാൽ പിന്നെയും 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 നോക്കരുത്. ഫഇന്നലക്കൽ ഊല, ഒന്നാമത്തെ നോട്ടം നിനക്ക് അല്ലാഹ് അനുവദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാല് ഒരു വട്ടമുള്ള നോട്ടം മാക്സിമം നീട്ടിപ്പിടിക്കാന്നോ അല്ല, നോക്കിപ്പോയാൽ വളരെ പെട്ടെന്ന് ദൃഷ്ടി തെറ്റിച്ചു കളയണം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ജരീർ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. സഅൽതു റസൂലല്ലാഹ്, ഞാൻ നബിയോട് ഒരിക്കൽ ചോദിച്ചു, അന്നളിരിൽ ഫജ്അ, യാദൃച്ഛികമായി ഉണ്ടാകുന്ന നോട്ടം. റോട്ടിലൂടെ പോയപ്പോ അങ്ങോട്ട് കണ്ടു ഒരു സുന്ദരി പെണ്ണിനെ, അങ്ങോട്ട് യാദൃച്ഛികമായിട്ട് അങ്ങോട്ട് കണ്ടു. അങ്ങനെ കണ്ടാൽ അതിന്റെ വിധി എന്താണ് നബിയേ? ഫഖാല, നബി എന്നെ ഉപദേശിച്ചു, മേലിൽ അങ്ങനെ കണ്ടാൽ ഇസ്രിഫ് ബസറക, പെട്ടെന്ന് നീ കണ്ണങ്ങോട്ട് തെറ്റിക്കുക. പെട്ടെന്ന് നബി തെറ്റിക്കാൻ പറയേ മാത്രല്ല, തെറ്റിച്ച സംഭവമുണ്ട്. ഹജ്ജത്തുൽ വദാഇന്റെ തിരക്ക് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത് കാണിച്ചു കൊടുത്ത ഒരേ ഒരു ഹജ്ജ് മാത്രല്ല, അന്ന് മുസ്ലിം ലോകത്തിന്റെ അക്കാലത്ത് നബിയുടെ കാലത്തുള്ള വലിയ സമ്മേളനം. ഈ ഹജ്ജും വിടവാങ്ങൽ പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോ നബിയും ചെറുപ്പക്കാരനായ ഫള് ഇബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഫള് ചെറുപ്പക്കാരനാണ്, യുവാവാണ്, യുവകോമളൻ. ഈ ഫളും നബിയും ഇങ്ങനെ നടന്നപ്പോ ഒരു പെണ്ണ്, സുന്ദരിയായ അറബി പെണ്ണ് നബിയെ തടുത്ത് നിർത്തിയിട്ട് ഹജ്ജിന്റെ മസ്അല ചോദിക്കുക. അപ്പൊ ഹജ്ജ് പൂർണ്ണമായി പഠിപ്പിച്ചു കൊടുത്തൊരു ദിനാണുള്ള ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം. ഈ പെണ്ണ് കടന്നു വന്ന് നബിയെ തടഞ്ഞു നിർത്തി ഹജ്ജിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, ഹജ്ജിനെ കുറിച്ച് ഒരുപാട് സംശയം ചോദിക്കാൻ വേണ്ടി നബി തങ്ങളെ തടഞ്ഞു നിർത്തി ഈ പെണ്ണ്. അപ്പൊ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഫള് എന്ന സ്വഹാബി കിട്ടിയ ചാൻസ് മോശാക്കില്ല, നന്നാക്കി അവിടെ നോക്കി, തുറിച്ചങ്ങനെ നോക്കുക ഈ പെണ്ണിനെ. അപ്പൊ നബി എന്ന് പറഞ്ഞാല് എല്ലാ ഭാഗവും ശ്രദ്ധിക്കുമല്ലോ, ഭക്തിയിൽ ഇങ്ങനെ ആ പെണ്ണിനോട് മാത്രം തീം പറഞ്ഞു കൊടുക്കല്ലോ, പരിസരമൊക്കെ നോക്കുമല്ലോ. അപ്പൊ ഫളിന്റെ പണി എന്താ നോക്കിയപ്പോ ഇവളെ തുറിച്ച് നോക്കുന്ന പണിയാ. നബി എന്ത് ചെയ്തു? പതുക്കെ ഫളിന്റെ തല കണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ തെറ്റിച്ചു, വേണ്ട മോനെ അത്ര വേണ്ട, തിരിച്ചേക്ക്, അങ്ങോട്ട് തിരിച്ചു. ഹദീസിലുണ്ടത്, ഇസ്രിഫ് ബസറക, അങ്ങനെ കണ്ടുപോയാൽ തന്നെ വളരെ പെട്ടെന്ന് ദൃഷ്ടി തെറ്റിക്കണമെന്നും അങ്ങനെ യാദൃശ്ചികമായി കാണുന്ന കാഴ്ച കുറ്റകരമല്ലെന്നും ഈ ആയത്തിന്റെ വിശദീകരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എത്രത്തോളം നബിയുടെ ഉപദേശത്തിന്റെ കൂട്ടത്തിലെ പ്രധാന ഉപദേശം, പട്ടണത്തിലും വഴികളിലും നിങ്ങൾ ഇരിക്കരുത് എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്? നിങ്ങൾ ഒരിക്കലും വഴിവക്കിലിരിക്കരുത്, അത് നിങ്ങളുടെ നാശത്തിനു കാരണമാണ് എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു. ബുഖാരി, മുസ്ലിം, മുത്തഫഖുൻ അലൈഹി. ഇയ്യാകും വൽ ജുലൂസ ഫിത്തുറുഖാത്ത്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ, സ്വശരീരങ്ങളെ, നിങ്ങളുടെ സ്വന്തങ്ങളെ നരകത്തിൽ നിന്നു കാക്കണം. വഴിവക്കിൽ നിങ്ങൾ ഇരിക്കരുത്, ആ പട്ടണത്തിൽ നിങ്ങൾ ഇരിക്കരുത്, ആളുകൾ നടന്നു പോകുന്ന വഴികളിൽ നിങ്ങൾ ഇരിക്കരുത്, അത് നരകത്തിൽ വീഴാൻ കാരണമാകുമെന്ന് അവരോട് പറഞ്ഞപ്പോ ഖാലു, അവര് തിരിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, മാലനാ മിൻ മജാലിസിനാ ബുദ്ദുൻ നതഹദ്ദസു ഫീഹാ,
ചില സമയങ്ങളിൽ, അപൂർവ സമയങ്ങളിൽ അങ്ങാടിയിൽ ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വരും, വഴിയുടെ അരികിൽ ഞങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കേണ്ടി വരും. അല്ലെ, പട്ടണത്തിൽ ജീവിക്കുന്ന ആളുകൾ, പട്ടണത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോ ടൗണിൽ ഇരിക്കേണ്ടി വരും, റോഡ് സൈഡിൽ ഇരിക്കേണ്ടി വരും, കുറെ നേരം നിന്ന് സംസാരിക്കുമ്പോ ക്ഷീണിക്കുമ്പോ ഇരിക്കേണ്ടി വരും. ഇങ്ങനെ ഇരിക്കേണ്ടി വന്നാൽ മാലന മിൻ മജാലിസിന ബുദ്ദുൻ നതഹദ്ദസു ഫീഹാ, ഇങ്ങനെ കുടുങ്ങിയാലോ നബിയെ, ഒരിക്കലും വഴിയിൽ നിന്നോ ഇരുന്നോ സംസാരിക്കരുത്, അങ്ങ് വിലക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഫഅഅതു ത്വരീഖ ഹഖഹു, അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധിത സാഹചര്യം വന്നാല്, വഴിവക്കിൽ ഇരുന്ന് സംസാരിക്കേണ്ട നിർബന്ധിതാവസ്ഥ വന്നാൽ, അങ്ങാടിയിലിരിക്കേണ്ട അവസ്ഥ വന്നാൽ, ഫഅഅതു ത്വരീഖ ഹഖഹു, വഴിയോട് ചില ബാധ്യതയുണ്ട്, പട്ടണത്തോടും അങ്ങാടിയോടും ചില ബാധ്യതയുണ്ട്, ആ ബാധ്യത നിങ്ങൾ നിറവേറ്റണം. ഖാലു, അവർ ചോദിച്ചു, വമാ ഹഖ്ഖു ത്വരീഖി യാ റസൂലല്ലാഹ്, വഴിയോടുള്ള ബാധ്യത എന്താണെന്നുകൂടി അങ്ങൊന്ന് പറഞ്ഞു തന്നാലും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഴിയുടെ ബാധ്യത പറഞ്ഞു കൊടുത്തു. 4 കാര്യങ്ങളാ പറഞ്ഞു കൊടുത്തത്. ഇതെല്ലാവരും കേട്ടോളൂ, നമ്മുടെ അങ്ങാടിയിലൂടെ നടക്കുന്നവരൊക്കെ കേൾക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. ഒന്നാമത്തെ കാര്യം, വഴിയോടുള്ള മര്യാദ, പട്ടണത്തോടുള്ള മര്യാദ. 1 ഗള്ളുൽ ബസർ, കണ്ണു താഴ്ത്തുക. ഇങ്ങനെ പറഞ്ഞ വണ്ടി മുട്ടി മരിക്കൂല മൊയ്ലേരെ, അങ്ങനെ കണ്ണടക്കാനല്ല നമുക്കളെ പറഞ്ഞത്, നിങ്ങൾ വേണ്ടാത്തടത്തേക്ക് നോക്കരുത് എന്നാ പറഞ്ഞത്. ഗള്ളുൽ ബസർ, അരുതാത്ത മാർഗത്തിലേക്ക് നോക്കാതെ ദൃഷ്ടി നിയന്ത്രിക്കുക. വഖഫുൽ അദാ, ഉപദ്രവങ്ങളെ തട്ടിമാറ്റുക. വഴിയിലുള്ള ഉപദ്രവം, അവിടെ എന്തൊക്കെ അതുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, അതൊക്കെ അങ്ങ് നീക്കാൻ വേണ്ടി പരിശ്രമിക്കുക. വറദ്ദു സലാം, സലാം മടക്കുക. തലേക്കെട്ടിന്റെ വലുപ്പവും അതിന്റെ ഷേപ്പും നോക്കി മടക്കുക, അത് ശരിയല്ല. റദ്ദുസലാം, വഴിയിലിരിക്കുമ്പോ വഴിയിലൂടെ വരുന്ന മുസൽമാൻ വരുമ്പോ വഅലൈക്കും സലാം മടക്കുക. വൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, പട്ടണത്തിലും വഴിയിലും നിൽക്കുന്ന ആളുകൾ മോശമായത് കണ്ടാൽ അത് തടയുകയും വിലക്കുകയും നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുക. റവാഹുൽ ബുഖാരി വ മുസ്ലിം. അപ്പൊ ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദ. വെറുതെ ഒന്നും സ്വർഗം കിട്ടൂല. നിങ്ങൾ 5 നേരം പള്ളിയിൽ വന്നൊന്ന് കുനിഞ്ഞു നിർന്നാൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾക്ക് വിജയുണ്ട്, ഇഹപര വിജയുണ്ട്. എങ്ങനത്തെ മുഅ്മിൻ? ഇതൊക്കെ സൂക്ഷിച്ച മുഅ്മിൻ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിരുവിട്ട ലൈംഗികതയുടെ പ്രത്യാഘാതം ഇസ്ലാം പഠിപ്പിച്ചത് ഇനിയും ഏറെയുമുണ്ട്. നിങ്ങളൊക്കെ ഉണരണം. ഇതൊക്കെ കേട്ട് രക്ഷിതാക്കള് നന്നായി ഉണരുകയും നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാല് ആവശ്യമില്ലാത്ത രീതിയിൽ ശ്രദ്ധ ചിലർക്ക് ആവശ്യമുള്ള ഭാഗത്തും ശ്രദ്ധയില്ല. വെറുതെ ചുമ്മാ ഭാര്യയെ സംശയിക്കുക, ഒരാവശ്യമില്ലാതെ. ഭാര്യക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കൂല, നല്ല കാര്യം തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ മേടിച്ചു കൊടുക്കുക? എനിക്ക് അവളെ സംശയമാണ്. അങ്ങനെ നീ സംശയിക്കരുത്. പിന്നെയോ, അവളൊന്ന് പുറത്തേക്ക് നോക്കിയാ നീ അവനെ നോക്കിയതോ ഇവനെ നോക്കിയതോ? മക്കളെ കാര്യത്തിൽ അനാവശ്യമായ ഒരു കണ്ണ് ഉപ്പാക്ക് വേണ്ട. അനങ്ങിയാലും ഉപ്പ നോക്കുക, തിരിഞ്ഞാലും നോക്കുക. പാഠപുസ്തകങ്ങളും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ബാഗൊക്കെ എടുത്ത് സെർച്ച് ചെയ്യണം. അവർ കാണുന്ന തരത്തിൽ പാടില്ല. ഏതായാലും എന്റെ വാപ്പച്ചിക്ക് എന്നിൽ വിശ്വാസമില്ല, ഇനിയിപ്പോ ഏതായാലും ആ പേടിച്ച സംഗതി അവിടെ ആയിക്കോട്ടെ എന്ന് മക്കൾ ചിന്തിക്കും. ഇതിലൊക്കെ ഒരു മനഃശാസ്ത്ര സമീപനമുണ്ട്. നിങ്ങൾ ബാഗും മൊബൈലൊക്കെ സെർച്ച് ചെയ്യണം. അവരറിയാതെ നോക്കണത്. നോക്കിക്കൊണ്ടേ നീങ്ങണം. ഇല്ലെങ്കിൽ അതിന്റെ ദുരന്തം ഫിദ്ദുനിയാ വൽ ആഖിറ അനുഭവിക്കേണ്ടി വരുമെന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ താക്കീത്, മുന്നറിയിപ്പ്